ആർട്ട് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ട്രോഫി അതല്ലെങ്കിൽ മൊമെൻറ്റോ ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ട്രോഫിയും മൊമെൻറ്റോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ പ്രിൻറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ അളവെടുക്കുന്നത് പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൊമെൻറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് മൊമെൻറ്റോകൾ പല രീതിയിലും നമുക്ക് അവൈലബിൾ ആണ്. ചില മൊമെൻറ്റോകൾ ഗോൾഡിന് മുകളിലായിരിക്കും പ്രിൻറ്റ് വരുന്നത്, ചിലത് ഇതേപോലെ സിൽവറിന് മുകളിലായിരിക്കും പ്രിൻറ്റ് വരുന്നത്, എന്നാൽ ചിലത് ഇതേപോലെ ഗ്ലാസിന് മുകളിലോ വുഡിന് മുകളിലൊക്കെ ആയിരിക്കും പ്രിൻറ്റ് വരുന്നത്, എന്നാൽ ചിലത് ഇതേപോലെ പ്ലാസ്റ്റിക്കിന് മുകളിൽ സ്റ്റിക്കറായിട്ടായിരിക്കും വരുന്നത്. ഇത് ഓരോന്നും പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ കാണുന്ന ഗോൾഡ്, ഗ്ലാസ്, സിൽവർ പോലെയുള്ള കാര്യങ്ങളുടെ മേലിൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഡിസൈനിലുള്ള വൈറ്റ് ഭാഗങ്ങൾക്ക് പകരമായിട്ട് ആ ഒരു മെറ്റീരിയലിൻ്റെ കളർ എന്താണോ ആ കളറായിരിക്കും വരുന്നത്. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ശേഷം അത് ഗോൾഡിൽ പ്രിൻറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഡിസൈനിലുള്ള വൈറ്റ് ഒക്കെ ഗോൾഡ് രൂപത്തിലായിരിക്കും പ്രിൻറ്റിങ് വരിക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിന് സൂട്ടായിട്ടുള്ള കളർ കൊടുക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അതായത് കുറച്ച് ഡാർക്ക് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ഡിസൈനിൽ കാണുന്നതായിരിക്കും. ഇനി ഒരു പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിന് മുകളിൽ സ്റ്റിക്കർ എന്ന ഡിസൈനാണ് ചെയ്യുക എന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് എന്താണോ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ആ ഒരു സെയിം ഡിസൈൻ അവർ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസൈനിൽ ഒട്ടിച്ചിട്ട് നമുക്ക് തരുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ ഗ്ലാസിന് മുകളിലൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ ഡിസൈൻ ഇതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് പേപ്പറിൽ പ്രിൻറ്റ് എടുത്തുകൊണ്ട് അത് കട്ട് ചെയ്ത് നമ്മുടെ ട്രോഫിക്ക് മുകളിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ട്രോഫിയുടെ കളർ എന്താണോ അതായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്, അതായത് ഇതിൻ്റെ അളവ് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിതേപോലെ റൗണ്ടിലോ അതല്ലെങ്കിൽ ചതുരത്തിലോ ഒക്കെയുള്ള ട്രോഫികളാണ് എന്നുണ്ടെങ്കിൽ അളവെടുക്കാൻ ഒന്നുകൂടെ ഈസിയാണ്. അതിൻ്റെ നീളവും വീതിയും നമുക്ക് അളന്നുകൊണ്ട് ഇതേപോലെ എടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ കുറച്ച് ഹാർഡായിട്ടുള്ള ഷേപ്പുകളിലൊക്കെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൻ്റെ മാക്സിമം വീതിയും മാക്സിമം നീളവും എത്രയാണ് വരുന്നത് എന്നൊന്ന് അളന്നെടുക്കാം. ശേഷം ആ ഒരു സൈസിൽ ഫോട്ടോഷോപ്പിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു രൂപം മനസ്സിൽ കിട്ടുന്നതാണ്. ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ അതൊന്ന് കാണിക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഫോട്ടോഷോപ്പിൽ പുതിയൊരു പേജ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു ട്രോഫിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇട്ടതിന് ശേഷം അതിൽ ഡിസൈൻ ചെയ്യാനാണ് പോകുന്നത്. അത് നമുക്കൊന്ന് കാണാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടെ ഫയൽ എന്നതിൽ നിന്നും ന്യൂ എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ഹൈറ്റും 8 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സെൻറ്റിമീറ്റർ എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിൽ നമ്മുടെ വിഡ്ത്ത് 8 ആണ്. ശേഷം ഹൈറ്റ് എന്നത് 15 എന്നും കൊടുക്കുന്നു. ശേഷം റിസൊല്യൂഷൻ എന്നെടുത്ത് 300 എന്ന് കൊടുക്കുന്നു. ശേഷം ഇവിടെ കളർ മോഡ് എന്നെടുത്ത് CMYK എന്ന് കൊടുക്കുന്നു, കാരണം നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശേഷം ക്രിയേറ്റ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പേജ് ഇതേപോലെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു പേജിനകത്തായിട്ടാണ് നമ്മുടെ ഡിസൈൻ മുഴുവനായിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിലേക്ക് ആദ്യമായിട്ട് ആ ഒരു ട്രോഫിയുടെ ഫോട്ടോ ആണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും പ്ലേസ് എംബഡഡ് എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ട്രോഫിയുടെ ഫോട്ടോ കൊണ്ടുവരുന്നു. ശേഷം ട്രോഫിയുടെ ഏത് ഭാഗത്താണോ കണ്ടൻറ്റ് വരുന്നത് ആ ഒരു ഭാഗം മാത്രമായിട്ടൊന്ന് സൂം ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വലുതാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ട്രോഫിയുടെ ഇത്ര ഭാഗത്താണ് കണ്ടൻറ്റ് വരുന്നത്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രോഫിയുടെ കണ്ടൻറ്റ് ഈ ഭാഗത്ത് മാത്രം കൊണ്ടുവരാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഈ ഒരു ട്രോഫിയുടെ ഫോട്ടോ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇതേപോലെ മുഴുവനായിട്ട് കാണണമെന്നില്ല, ചെറുതായിട്ട് ഒരു നേരിയ ആ ഒരു ഷേപ്പ് മാത്രം കണ്ടാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഒപ്പാസിറ്റി, അതായത് അതിൻ്റെ ആ ഒരു തിക്നെസ് ഒന്ന് കുറക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ലെയർ ബോക്സിൽ ഈ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ട് ഒപ്പാസിറ്റി എന്ന ബോക്സിന് നേരെയായിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് കുറക്കാവുന്നതാണ്. അങ്ങനെ ഏകദേശം വളരെ ലൈറ്റായിട്ട് ഇത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇത് കാണുന്നുണ്ട്, അത്രേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ശേഷം ഈ ഒരു ലോക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാനിത് ലോക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ട്രോഫിയുടെ ഷേപ്പ് നമുക്കിവിടെ ലോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഡിസൈനുകളും കൊണ്ടുവന്ന് തുടങ്ങാവുന്നതാണ്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കണ്ടൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ കൺഗ്രാജുലേഷൻ എന്ന ടെക്സ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം നമുക്ക് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിസൈൻ്റെ സെൻട്രലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ആ ഒരു ടെക്സ്റ്റ് Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്.
ഇപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് വൈറ്റ് കളറാണുള്ളത്. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് Ctrl A എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ആവുന്നതാണ്. ശേഷം ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ നമ്മുടെ ടെക്സ്റ്റിന് ലഭിക്കുന്നതായിരിക്കും. ശേഷം നമുക്ക് ടെക്സ്റ്റിൻ്റെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കൺഗ്രാജുലേഷൻ എന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബുൾജിരിയ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൺഗ്രാജുലേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷേപ്പ് ഏകദേശം ഇത്ര ഭാഗത്താണ് വരുന്നത്. അതിനോട് കൂടുതൽ അടുപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് പരമാവധി കുറച്ച് ഉള്ളോട്ട് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പരമാവധി നമുക്ക് എത്രയാണോ വലുതാക്കാൻ പറ്റുന്നത് ആ ഒരു വലുപ്പത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒരു ലോഗോ ഒക്കെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ലോഗോ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും പ്ലേസ് എംബ്രഡി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ആ ഒരു ലോഗോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ശേഷം പ്ലേസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോഗോ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ശേഷം അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ശേഷം ഏകദേശം ഈ ഒരു മുകളിലായിട്ട് അത് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോഗോയും അവിടെ ഫിക്സ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ കണ്ടന്റിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഫാസിൽ PC എന്ന ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് Ctrl C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു ഫോട്ടോഷോപ്പിലേക്ക് പോയിക്കൊണ്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ആവുന്നതാണ്. ശേഷം കീബോർഡിൽ Alt പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു കോപ്പി ഞാനിവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ശേഷം അതിൽ ഞാനിവിടെ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും ഒന്നുകൂടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് Ctrl V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ പേസ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ശേഷം ഈ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇവിടെ ബുൾജാരി എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലർ എന്ന ഫോണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ അല്ലർ ബോൾഡ് എന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെ കളറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം വീണ്ടും ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് Ctrl T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് വീണ്ടും ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ കണ്ടന്റിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫോർ യുവർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടന്റ് ഉണ്ട്. ആ ഒരു കണ്ടന്റ് വീണ്ടും കോപ്പി ചെയ്യുന്നു. വീണ്ടും നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ട് വീണ്ടും ഈ ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം വീണ്ടും ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ Alt പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ശേഷം ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും പേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അതിനിടയിലുള്ള സ്പേസ് വളരെ കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണുന്നത്. അതിനിടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ബോക്സിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനിടയിലുള്ള സ്പേസ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 12 എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു 18 എന്ന് കൊടുക്കാൻ പോവാണ്. ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു TT എന്നതിൽ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ സൈസ് 12 എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈസിൽ ഇതിൻ്റെ ടെക്സ്റ്റ് കിട്ടുന്നതായിരിക്കും. ഞാനിതിൻ്റെ സൈസ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാൻ പോവാണ്. ഇവിടെ 16 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ കളറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ട്രോഫിയുടെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിലുള്ള ഈ ഒരു സാഹിത്യ ഫസ്റ്റ് എന്ന ടെക്സ്റ്റ് മാത്രം ഞാനൊന്ന് റെഡ് ആക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഈ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ ഒരു റെഡ് കളർ സെലക്ട് ചെയ്യാൻ പോവാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം വീണ്ടും ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവാണ്.
ശേഷം ഇതിൻ്റെ സൈസ് വീണ്ടും ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെയായിട്ട് മറ്റൊരു കണ്ടൻറ്റ് കൂടെ വരുന്നുണ്ട്, പ്രസൻറ്റഡ് ബൈ HSM സ്കൂൾ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ്. ആ ഒരു കണ്ടൻറ്റ് കൂടെ ഞാൻ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മേലെ ഉപയോഗിച്ചിരിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഈ ടെക്സ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഡിസൈൻ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും പ്ലേസ് എംബഡഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെക്റ്റർ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു രീതിയിൽ അത് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരുപാട് മേലെയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ താഴോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും താഴോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ട്രോഫിയുടെ ഷേപ്പ് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പ്രിൻറ്റിങ്ങിൽ ഇത്രയും ഭാഗം മാത്രമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിന് പുറത്തേക്കുള്ള ഡിസൈനിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതിയാവുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് കളർ വന്നിട്ടുണ്ട്. Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിക്കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ മുഴുവനായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ശേഷം ഇതിലുള്ള ആ ഒരു ട്രോഫിയുടെ ഷേപ്പ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ലെയർ ബോക്സിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ഇതേപോലെ നമ്മുടെ ആ ഒരു ട്രോഫിയുടെ ഫോട്ടോ കാണാവുന്നതാണ്. അത് ഞാനൊന്ന് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ഹൈഡ് ചെയ്തേക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റ് കണ്ടൻറ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ഫയലാണ് നമ്മൾ പ്രിൻറ്റ് ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കേണ്ടത്. പ്രിൻറ്റ് ഷോപ്പിലേക്ക് നമുക്ക് PDF ഫയലായിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ PDF ഫയലായിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് PDF എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പേര് നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ന്യൂ ട്രോഫി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പോപ്പ് ലഭിക്കുന്നതാണ്. അതിൽ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് പ്രിസർവ് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് കാപ്പബിലിറ്റീസ് എന്നതിൽ ടിക്ക് ഉള്ളത് അൺടിക്കാക്കി കൊടുക്കുന്നു. ശേഷം സേവ് PDF എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഫയൽ PDF ഫയലായിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പ്രിൻറ്റിംഗ് ഷോപ്പിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രിൻറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ട്രോഫി ഒരു ഗ്ലാസിൻ്റെ ട്രോഫി ആണെങ്കിൽ ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ പ്രിൻറ്റ് ലഭിക്കുന്നത്. ഇനി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു സിൽവർ ട്രോഫി ആണെങ്കിൽ അതിൻ്റെ പ്രിൻറ്റ് ഈ ഒരു രൂപത്തിലായിരിക്കും. ഗോൾഡ് ആണെങ്കിൽ അത് ഈ ഒരു രൂപത്തിലായിരിക്കും. ഇനി അതല്ല നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റിക്കറാണ് എന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് എങ്ങനെയാണോ നമ്മൾ ഡിസൈനിൽ കാണുന്നത് ആ ഒരു രൂപത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രോഫി ഡിസൈൻ ചെയ്തുകൊണ്ട് പ്രിൻറ്റിംഗ് ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.